ITBP അഥവാ ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ്. ITBP വിളിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു ജോബ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. SLC മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത. മൊത്തം 3 പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. അതിൽ 2 പോസ്റ്റുകൾക്ക് അപേക്ഷിക്കുന്നതിനും SLC ക്വാളിഫിക്കേഷൻ മാത്രം മതിയാവും. ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഇനി നമ്മൾ ഇടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കാം. കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ എന്നീ തസ്തികകളിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആദ്യത്തേത് ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറി. ഇത് മെയിൽസിനും ഫീമെയിൽസിനും അപേക്ഷിക്കാൻ സാധിക്കും. അടുത്തത് കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ട്. അടുത്തത് കോൺസ്റ്റബിൾ കേണൽമാൻ. ഇതിൽ ആദ്യത്തെ 2 പോസ്റ്റും, അതായത് ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറിയും അനിമൽ ട്രാൻസ്പോർട്ടും മെയിൽസിനും ഫീമെയിൽസിനും അപേക്ഷിക്കാൻ സാധിക്കും. എന്നാൽ കോൺസ്റ്റബിൾ കേണൽമാൻ എന്നുള്ളത് മെയിൽസിന് മാത്രമേ അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി പറഞ്ഞിരിക്കുന്നത് അനിമൽ ട്രാൻസ്പോർട്ടാണ്. മൊത്തം 115 വേക്കൻസിയാണ് മെയിൽസിനും ഫീമെയിൽസിനുമായി ഉള്ളത്. എന്നാൽ കോൺസ്റ്റബിൾ കേണൽമാൻ ഇതിന് 4 വേക്കൻസി, ഡ്രസ്സർ വെറ്റിനറിക്ക് വന്നിരിക്കുന്നത് 9 വേക്കൻസി. ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറിക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ +2 പാസ്സായിരിക്കണം. അതിനോടൊപ്പം വെറ്റിനറിയിലോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റിലോ ഉള്ള 1 വർഷത്തിൽ കുറയാതെയുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ കോഴ്സ് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ടിനും കോൺസ്റ്റബിൾ കേണൽമാനിനും SLC ക്വാളിഫിക്കേഷൻ മാത്രം മതിയാവും. അടുത്തത് ഇതിൻ്റെ ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറിക്കും അതുപോലെ കോൺസ്റ്റബിൾ കേണൽമാനും പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 27 വയസ്സ് വരെയാണ്. എന്നാൽ കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ടിന് 25 വയസ്സ് വരെ, 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ മാത്രമേ അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ തന്നെ OBC-കാർക്ക് 3 വർഷവും SC/ST-കാർക്ക് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ ആദ്യം ഫിസിക്കലാണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, റിട്ടൺ എക്സാമിനേഷൻ എന്നീ 3 ഘട്ടങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനുള്ളത്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് മെയിൽസിന് 170 സെൻറ്റിമീറ്ററും ഫീമെയിൽസിന് 157 സെൻറ്റിമീറ്ററുമാണ്. അതിൽ തന്നെ മെയിൽസിന് ചെസ്റ്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് മിനിമം ഉണ്ടാവണം. ഇതിൽ 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുവാനും സാധിക്കണം. റിക്രൂട്ട്മെൻറ്റിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഫിസിക്കലാണെന്ന് പറഞ്ഞു. ഫിസിക്കലിൽ പറഞ്ഞിരിക്കുന്നത് മൊത്തം 3 കാര്യങ്ങളാണ്. ആദ്യത്തേത് 1.5 കിലോമീറ്റർ ഓട്ടമാണ്. രണ്ടാമത്തേത് 11 ഫീറ്റിൻ്റെ ലോങ് ജമ്പ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് 3.5 ഫീറ്റിൻ്റെ ഹൈ ജമ്പ്. ഇത്രയുമാണ് ആൺകുട്ടികൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 1.5 കിലോമീറ്റർ 7.5 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കണം. അതുപോലെ തന്നെ 3 ചാൻസുകളാണ് ലോങ് ജമ്പിനും ഹൈ ജമ്പിനുമായി തരുന്നത്. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പറഞ്ഞിരിക്കുന്നത് 800 മീറ്റർ ഓട്ടമാണ്. ഇത് 4.45 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവർക്കും ലോങ് ജമ്പ് ഹൈ ജമ്പും ഉണ്ട്. അതിനും 3 ചാൻസുകളാണ് നൽകുന്നത്. ഇതിൻ്റെ അപേക്ഷ അയക്കേണ്ടത് ഓൺലൈനായാണ്. ഓൺലൈനായി അപേക്ഷ അയക്കുന്നതിന് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. നിങ്ങൾക്ക് അതിൽ നിന്നും എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് പറഞ്ഞിരിക്കുന്നത് 100 രൂപയാണ്. ഇതിൽ ഫീമെയിൽസിനും SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കും അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുകയില്ല. ഈ ഒരു പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഓൺലൈനായി ആരംഭിക്കുന്നത് ഇന്നാണ്, അതായത് 12 ഓഗസ്റ്റ് 2024 അപേക്ഷ അയക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 10, 2024. സെപ്റ്റംബർ 10, 2024 രാത്രി 11:59 വരെയാണ് അപേക്ഷ അയക്കുന്നതിനുള്ള അവസാന സമയം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒപ്പം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.